ആബാലവൃദ്ധം ജനങ്ങളുടെ കണ്ണിലുണ്ണിയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നൊക്കെ വിശേഷിപ്പിച്ചാൽ അതിൽ ഒട്ടും അതിശയോക്തി കാണേണ്ട കാര്യവുമില്ല. ഇപ്പോഴിതാ കൊച്ചുകുട്ടികൾ മുതൽ രാജ്യത്തെ വയോജനങ്ങൾ വരെ നരേന്ദ്രമോദിയെ പുകഴ്ത്തുകയാണ്. പ്രധാനമന്ത്രി എന്ന നിലയിൽ, രാജ്യത്തിൻ്റെ നേതാവെന്ന നിലയിൽ, ലോക തന്ത്രജ്ഞൻ എന്ന നിലയിൽ. കാരണം എന്താണ്? രാജ്യത്തെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാ പൗരന്മാർക്കും വർഷം തോറും 5 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പു നൽകുന്ന ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ആരോഗ്യ യോജനയുടെ 2ാം ഘട്ടത്തിനാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്ക് സാർവത്രിക സ്വഭാവം ഉണ്ടാകണമെന്ന മഹത്തായ രാഷ്ട്രസങ്കല്പത്തെ അതിൻ്റെ സമഗ്രതയിൽ കൊണ്ടെത്തിക്കുന്നതാണ് ഈ പദ്ധതി. ലക്ഷക്കണക്കിന് വയോജനങ്ങൾക്ക്, എല്ലാ വയോജന പൗരന്മാർക്കും ഈ പദ്ധതി ആശ്വാസമാകുമെന്നതിൽ ഒരു സംശയവുമില്ല. ലോകത്തെ ഏറ്റവും വലിയ ഇൻഷുറൻസ് പദ്ധതിയാണിത്. പറഞ്ഞത് മറ്റാരുമല്ല, ലോകാരോഗ്യ സംഘടന തന്നെയാണ്. ജനക്ഷേമം അതിന് പ്രാധാന്യം നൽകി തന്നെയാണ് ഈ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോർ പദ്ധതിയായി വിളംബരം ചെയ്തിരിക്കുന്നതും. പദ്ധതി പൂർത്തിയാകുമ്പോൾ ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് വയോജനങ്ങൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കണമെന്ന ദൃഢനിശ്ചയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊണ്ട് ഇത്തരമൊരു നിർണായക തീരുമാനമെടുത്തത്. ഭീമമായ സാമ്പത്തിക ബാധ്യത ഇതിന് പിന്നിലുണ്ട് എന്നത് മറ്റൊരു വസ്തുതയാണ്. അതുവച്ചാണ് കോൺഗ്രസ് കേന്ദ്ര സർക്കാരിനെ കളിയാക്കിയതും പദ്ധതി നടപ്പാക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞതും. പക്ഷേ ഇതൊക്കെ നടപ്പാക്കാനുള്ള സർക്കാരിൻ്റെ തീരുമാനങ്ങളെന്നാണ് പ്രധാനമന്ത്രി മറുപടി നൽകിയത്. അതിതാ യാഥാർത്ഥ്യമായിരിക്കുന്നു. ആരോഗ്യ പദ്ധതിയുടെ കാര്യത്തിലും അങ്ങനെ മണ്ടൻ പ്രസ്താവന നടത്തി കോൺഗ്രസ് രാജ്യത്തിന് മുന്നിൽ വീണ്ടും കോമാളിയും നോക്കുകുത്തിയുമായി. വരുമാന പരിധി പരിഗണിക്കാതെയാണ് എല്ലാ ജനവിഭാഗങ്ങൾക്കും സമ്പന്ന ദരിദ്രഭേദമന്യേ ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ ആയുഷ്മാൻ പദ്ധതി പ്രകാരം ഉറപ്പു നൽകുന്നത്. 13,000 സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെ 29,000 ആധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രികൾ ആദ്യഘട്ടത്തിൽ ഇതിനായി എംപാനൽ ചെയ്തിട്ടുണ്ട്. നിലവിൽ മറ്റേതെങ്കിലും സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നവർക്കും ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാണ്. 25 സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ ഉൾപ്പെടെ കാർഡിയോളജി, ന്യൂറോളജി, നെഫ്രോളജി തുടങ്ങി 1354 മെഡിക്കൽ സർജിക്കൽ പാക്കേജുകളും പദ്ധതിയുടെ നേട്ടമാണ്. നഗരങ്ങളെ അപേക്ഷിച്ച് ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമല്ല എന്ന പരാതിക്ക് ഇതോടെ പരിഹാരമാകും. നേരിട്ട് അംഗമാകാൻ ഒരു തടസ്സവുമില്ല എന്നതാണ് പദ്ധതിയുടെ മറ്റൊരു മേന്മ. ഇടനിലക്കാരെ അടുപ്പിക്കില്ല എന്ന് വ്യക്തം. ആയുഷ്മാൻ ഭാരത് സീനിയർ സിറ്റിസൺ സ്കീമിനായി വെബ്സൈറ്റിലൂടെയും ആയുഷ്മാൻ ആപ്പിലൂടെയും അപേക്ഷിക്കാം. അർഹതപ്പെട്ട ഒരാൾ പോലും, അത് മണിപ്പൂരിലായാലും കാശ്മീരിലായാലും കന്യാകുമാരിയിലായാലും കേരളത്തിലായാലും ഒരാൾ പോലും പുറത്താകില്ലെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തും. ആയുർദൈർഘ്യം കൂടുന്നത് വികസിത രാജ്യങ്ങളിൽ പൊതുവായ പ്രതിഭാസമാണ്. ഭാരതത്തിലെ ജനസംഖ്യയുടെ 10.5% 60 വയസ്സിന് മുകളിലുള്ളവരാണ്. 2050 ആകുമ്പോൾ അത് 20% കടക്കുമെന്നാണ് കരുതുന്നത്. കാരണം ഭാരതത്തിൽ ആയുർദൈർഘ്യം കൂടുതലാണ്. അത് നല്ല കാര്യവുമാണ്. ഇവരിൽ 18% മാത്രമാണ് ഇപ്പോൾ ഇൻഷുറൻസ് പരിരക്ഷയുള്ളത്. ഗുരുതരമായ രോഗങ്ങൾ ബാധിക്കേണ്ടി വന്നാൽ അതിന് ദീർഘകാല ചികിത്സ ഇപ്പോൾ പ്രാപ്യമല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ കുടുംബങ്ങൾ സാമ്പത്തികമായി തകരുന്ന അവസ്ഥയാണ് പല സംസ്ഥാനങ്ങളിലും കണ്ടുവരുന്നത്. പൊതുചികിത്സാ രംഗത്തു നിന്നും കേരളം പോലുള്ള സംസ്ഥാന സർക്കാരുകൾ പിൻവാങ്ങിയ ചരിത്രമാണ് ഇപ്പോഴുള്ളത്. ഇവിടെ പാവപ്പെട്ട രോഗികൾ കുരുക്കിൽപ്പെട്ടുന്ന അവസ്ഥയിലാണ്. സ്വകാര്യ ആശുപത്രിയിൽ വിരിക്കുന്ന വലയ്ക്ക് ആ വലക്കണ്ണികൾ മുറിച്ചു കളയുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആരോഗ്യ പദ്ധതി. 1 രൂപ പോലും പ്രീമിയം വേണ്ട എന്നതും പദ്ധതിയുടെ ഏറ്റവും വലിയ സവിശേഷതയാണ്. രാജ്യത്തിൻ്റെ യഥാർത്ഥ സമ്പത്ത് ആരോഗ്യമുള്ള ജനതയാണെന്ന തിരിച്ചറിവിൻ്റെ സൃഷ്ടിയാണ് ഈ പദ്ധതി. കോടികൾ അംഗങ്ങളാകുന്ന ആരോഗ്യ പദ്ധതിയുടെ വ്യാപ്തി വളരെ വലുതാണ്. പരാതിക്കിടവ് നൽകാതെ ക്ലെയിം ആൻഡ് സെറ്റിൽമെന്റ് സുഗമമായി നടപ്പാക്കാൻ ആവശ്യമായ വിപുലമായ IT സംവിധാനം കേന്ദ്രം ഒരുക്കിക്കഴിഞ്ഞു. ഇവിടെയാണ് കേരള സർക്കാരിൻ്റെ സങ്കുചിത നിലപാട് പുറത്തു വരുന്നത്. കേരളവും ഈ പദ്ധതിയിലുണ്ട്. എന്നാൽ തുടക്കത്തിൽ കേരളവും ഇടംതിരിഞ്ഞു നിന്നു. എംപാനൽ ചെയ്യേണ്ട ആശുപത്രി ലിസ്റ്റ് കേന്ദ്രത്തിന് നൽകിയില്ല. കേന്ദ്ര സർക്കാർ കടുപ്പിച്ചപ്പോഴാണ് ആയുഷ്മാൻ പദ്ധതിയോട് സഹകരിക്കാൻ സംസ്ഥാനം ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. എന്തായാലും കേരളത്തിലെ അർഹരായ ഒരൊറ്റ വയോജനത്തെ പോലും ഒഴിവാക്കില്ല എന്ന ഉറപ്പാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകുന്നതും.